തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെ മലപ്പുറം UDF-ൽ പൊട്ടിത്തെറി. വേങ്ങര മണ്ഡലത്തിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ മുന്നണി ബന്ധം കോൺഗ്രസ് ഉപേക്ഷിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിൽ ലീഗ് കാലുവാരിയെന്നാണ് ആരോപണം. പഞ്ചായത്തിൽ മത്സരിച്ച 6 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും ലീഗ് കാലുവാരി പരാജയപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം നൽകാതിരിക്കാൻ വേണ്ടിയാണ് തോൽപ്പിച്ചതെന്നും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് EU ഖാദർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒതുക്കുങ്ങൽ പഞ്ചായത്ത് സമ്പൂർണ്ണ പരാജയത്തിൻ്റെ കാരണം ഇവിടുത്തെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൻ്റെ ലീഗ് കമ്മിറ്റി അറിയാതെ എന്നപ്പോൾ അവർ പറയുന്നത്, പക്ഷേ വാർഡ് തലത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. നമ്മൾ അന്വേഷണത്തോളം കണ്ടത് കോൺഗ്രസ്സിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം വരും, അത് തടയലാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് കിട്ടിയത്. ഞങ്ങളിപ്പോൾ ആൾറെഡി ഇവിടെ UDF സംവിധാനത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിന്നു. UDF ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സ്ഥാനം രാജിവെച്ചു. ഇനി മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ UDF തുടർന്ന് പോകണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയങ്കര കണ്ടീഷനിൽ പോവുക, ആത്മാർത്ഥയിൽ ഞങ്ങൾ പ്രവർത്തിക്കുക. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എപ്പോഴും ഗതി ഇത് തന്നെ. അതുകൊണ്ട് ഇനി തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. DCCക്ക് പരാതി കൊടുക്കും, UDF കമ്മിറ്റിക്ക് പരാതി കൊടുക്കും. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, മലപ്പുറത്ത് തിളക്കമാർന്ന വിജയമാണ് UDF നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഒതുക്കുങ്ങൽ അങ്ങനെയല്ല. എന്താണ് UDF-നുള്ളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രതിസന്ധി ഇപ്പോൾ? അഖില 23 വാർഡുള്ള ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ 6 വാർഡിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഈ 6 വാർഡിലും കോൺഗ്രസിനെ തോൽപ്പിച്ചു. അത് മുസ്ലിം ലീഗാണ് തോൽപ്പിച്ചത് എന്നാണ് പ്രാദേശിക നേതൃത്വം തന്നെ, മണ്ഡലം പ്രസിഡന്റ് തന്നെ പറയുന്നത്. അതിന് അവർ ഉദാഹരണമായി അല്ലെങ്കിൽ അതിന് തെളിവായി സൂചിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഈ ഇതേ വാർഡുകളിൽ UDF-ന്, കോൺഗ്രസിന് അല്ലെങ്കിൽ ലീഗിനെ എല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് കോൺഗ്രസിനെ കാലുവാരിയത്. അതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. പഞ്ചായത്ത് ഭരണം ലഭിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും എല്ലാം കോൺഗ്രസുമായി പങ്കിടേണ്ടി വരും. ആ പങ്കിടുന്നത് ഒഴിവാക്കാൻ വേണ്ടി വാർഡ് തലത്തിൽ മുതൽ തന്നെ അതിൽ നടത്തിയ ഒരു ഗൂഢാലോചനയും അതുമൂലമുണ്ടായ ഒരു കാലുവാരലുമാണ് ഈ പരാജയത്തിന് കാരണമെന്നാണ്. UDF സംവിധാനവുമായി ഇനി മുന്നോട്ട് പോകാൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം പ്രസിഡന്റ് UDF-ന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് വന്ന ദിവസം തന്നെ ആ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇനി തുടർന്ന് അങ്ങോട്ട് ഒരു UDF സംവിധാനത്തിൽ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്തായാലും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് ഇത് PK കുഞ്ഞാലിക്കുട്ടിയുടെ വേങ്ങര മണ്ഡലത്തിലാണ് ഈ ഒതുക്കുങ്ങൽ പഞ്ചായത്ത്. അടുത്തത് വരാൻ പോകുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ ഒരു UDF സംവിധാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.